സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പ് തുടരുന്നത്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി. 10.3 കോടി യൂണിറ്റാണ് ഉപയോഗം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസം അതിഗുരുതര അതീവ ചൂട് എന്നൊരു മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഒരു പ്രഖ്യാപനവും കൂടി വന്നിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെ താപനില തുടരും. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെ ചൂട് അനുഭവപ്പെടും. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉഷ്ണതരംഗമായിരുന്നു പാലക്കാട് ജില്ലയിൽ. അപ്പോൾ ഉഷ്ണതരംഗം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ ചൂട് സമാനമായ രീതിയിൽ തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും ചൂട് അനുഭവപ്പെടുക. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രതിദിന വൈദ്യുതിയുടെ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. 10 കോടി യൂണിറ്റിന് പുറത്ത് അടുത്താണ് ഇപ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം. അതായത് 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇപ്പോൾ ഉപയോഗിച്ചതായി KSEBിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പീക്ക് സമയത്തെ ഡിമാൻഡ് വൈദ്യുതിയും കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള പവർ കട്ടുകൾ KSEBിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ അപ്രഖ്യാപിതമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം KSEBിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പീക്ക് ആവശ്യകത അല്ലെങ്കിൽ പീക്ക് ഡിമാൻഡ് വൈദ്യുതി കുറയ്ക്കാൻ KSEBിക്ക് കഴിഞ്ഞിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ നിയന്ത്രണം തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ വൈദ്യുതിയുടെ അമിത ഉപഭോഗം അല്ലെങ്കിൽ വൈദ്യുതിയുടെ അമിതമായിട്ടുള്ള ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് KSEB വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും പുറത്തു നിന്നും ഇപ്പോൾ 9 കോടി യൂണിറ്റിന് പുറത്താണ് വൈദ്യുതി വാങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി നിയന്ത്രണവും കൂടി ഏർപ്പെടുത്തിക്കൊണ്ട് പീക്ക് ആവശ്യകത അതോടൊപ്പം തന്നെ ഉപഭോഗവും പിടിച്ചു നിർത്തുന്നത്. ടിൻഡു ആണ് വിശദാംശങ്ങൾ നൽകിയത്.